വൈറ്റ് ഹൗസിൽ ദീപാവലി ആഘോഷങ്ങൾ നടന്നു എന്നുള്ളതാണ്. അവിടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ആ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. US ഫെഡിലെ ഇന്ത്യൻ വംശജനായ ഉദ്യോഗസ്ഥർക്ക് ഒപ്പം നിലവിളക്കിൽ ദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു ആഘോഷം. ട്രംപ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേരുകയും ചെയ്തു. അന്ധകാരത്തിനുമേലുള്ള വെളിച്ചത്തിന്റെ വിജയമാണ് ദീപാവലി എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ദീപാവലി ആശംസ നേർന്നതായും ട്രംപ് പറയുകയുണ്ടായി. ഇരുവർക്കുമിടയിൽ വ്യാപാരം, ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. On behalf of all Americans, let me also extend our warmest wishes to the people of India. I just spoke to your Prime Minister today. We had a great conversation. We talked about trade. We talked about a lot of things, but mostly the world of trade. He's very interested in that. Although we did talk a little while ago about let's have no wars with Pakistan, and I think the fact that trade was involved, I was able to talk about that. And we have no war with Pakistan and India, and that was a very, very good thing. But he's a great person, and he's become a great friend of mine over the years. In a few moments, we'll light the diya as a symbol of faith in the victory of light over darkness. It's a beautiful term, light over darkness. That's what it's all about. It's knowledge over ignorance and good over evil. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തടക്കം ട്രംപ് ഇത്തരത്തിൽ ഇന്ത്യൻ ജനതയുടെ ആഘോഷങ്ങളെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്തിരുന്നതുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ദീപാവലി ആഘോഷങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മഹത്തായ ജനാധിപത്യ രാഷ്ട്രങ്ങളായ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എല്ലാ കാലവും ഒന്നിച്ചു നിൽക്കാം എന്നും തീവ്രവാദത്തിനെതിരെ ഒരുമിക്കാമെന്നും അദ്ദേഹം എക്സ് വഴി പ്രതികരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലും തീവ്രവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി ഉയർത്തിക്കാണിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതും ശ്രദ്ധേയമാണ്.